ഹലോ ഫ്രണ്ട്സ്, ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുതിർത്ത ഈന്തപ്പഴം കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. ദഹനത്തിന് കുതിർത്ത ഈന്തപ്പഴം നാരുകളുടെ മികച്ച ഉറവിടമാണ്. ഇത് ദഹനത്തെ സഹായിക്കുകയും മെച്ചപ്പെട്ട കുടലിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള മികച്ച പരിഹാരമാണ് ഈന്തപ്പഴം കുതിർത്ത് കഴിക്കുന്നത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിൽ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. അവ ഏറ്റവും ആരോഗ്യകരമായ അസ്ഥികളെ നിലനിർത്താൻ സഹായിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിൽ വൈറ്റമിൻ B6, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതവും ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതുമാണ്. ചർമ്മ സംരക്ഷണത്തിന് സഹായകമാണ് ഈന്തപ്പഴം. ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ ചർമ്മകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഭക്ഷണമാണിത്. ഇതിലെ വൈറ്റമിൻ C, വൈറ്റമിൻ D എന്നിവ ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകാൻ ഏറെ നല്ലതാണ്. ഈന്തപ്പഴത്തിലെ ഫൈറ്റോ ഹോർമോണുകൾ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് കുതിർത്ത ഈന്തപ്പഴത്തിൽ വൈറ്റമിൻ A, വൈറ്റമിൻ C എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തിന് അത്യന്താപേക്ഷിതവും വിവിധ രോഗങ്ങളും അണുബാധകളും തടയാൻ സഹായിക്കുകയും ചെയ്യുന്നതുമാണ്. ഹൃദയാരോഗ്യത്തിന് ഈന്തപ്പഴത്തിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു. സ്ട്രോക്ക്, അറ്റാക്ക് പോലുള്ള അവസ്ഥകൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് കുതിർത്ത ഈന്തപ്പഴം. വിളർച്ചയ്ക്ക് പരിഹാരം. വിളർച്ച പോലുള്ള പ്രശ്നങ്ങളുള്ളവർ വെള്ളത്തിലിട്ട് കുതിർത്ത ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് ആവശ്യമായ അയൺ ലഭിക്കുന്നതിന് ഏറെ നല്ലതാണിത്. ഹീമോഗ്ലോബിൻ കൗണ്ട് വർദ്ധിപ്പിക്കുന്ന ഇത് ആരോഗ്യകരമായ പല ഗുണങ്ങളും നൽകുന്നു. അനീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് കഴിക്കാവുന്നതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറച്ചുകൊണ്ട് HDL ആയ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഈന്തപ്പഴം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ ഇത് ആ വെള്ളത്തിൽ ചതച്ചിട്ട് കുടിക്കാവുന്നതാണ്. കൊളസ്ട്രോൾ പ്രശ്നങ്ങളുള്ളവർ ഈ വഴി പരീക്ഷിക്കാവുന്നതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് കാഴ്ചശക്തിക്ക് മികച്ച ഒന്നാണ് ഈന്തപ്പഴം. ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഇത് കണ്ണിൻ്റെ തെളിച്ചത്തിന് സഹായിക്കും. ഗർഭിണികൾക്ക് ഈന്തപ്പഴം സ്ഥിരമായി ഗർഭിണികൾ കഴിക്കുന്നത് ഗർഭകാലത്തുണ്ടാകുന്ന പല അസ്വസ്ഥതകൾക്കും പരിഹാരം നൽകുന്നു. ഗർഭിണികൾക്ക് ഏറ്റവും അത്യാവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നു. കുഞ്ഞിൻ്റെ എല്ലിൻ്റെയും പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഈന്തപ്പഴം. ഇതിലുള്ള മഗ്നീഷ്യം ഗർഭകാലത്തുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും ഇല്ലാതാക്കുന്നു. കരളിൻ്റെ ആരോഗ്യത്തിന് കരളിലെ ടോക്സിനുകൾ നീക്കി കരൾ ശുദ്ധിയാക്കാൻ ഈന്തപ്പഴം നല്ലതാണ്. ഫാറ്റി ലിവർ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ഗുണം നൽകുന്ന ഒന്നാണ്. ഇതിലെ വൈറ്റമിൻ E ആണ് ഗുണം നൽകുന്നത്. കരളിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത്. നല്ല ഉറക്കം ലഭിക്കാൻ ഈന്തപ്പഴം കഴിക്കുന്നത് സഹായിക്കും. രാത്രിയിൽ നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ പുറത്തുവിടാൻ ഈന്തപ്പഴം നല്ലതാണ്. മുടിയുടെ ആരോഗ്യത്തിന് ശരീരത്തിലുടനീളം ഓക്സിജൻ വിതരണം ചെയ്യാൻ ഈന്തപ്പഴം ഗുണം ചെയ്യും. ഇത് രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്നു. ഇത് നമ്മുടെ മുടി പൊട്ടുന്നതിൽ നിന്നും മുടികൊഴിച്ചിലിൽ നിന്നും തടയുന്നു. ദിവസവും 2-3 ഈന്തപ്പഴം കഴിക്കുന്ന മുടിക്ക് കരുത്തേകാൻ സഹായിക്കും. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഈന്തപ്പഴം കുതിർത്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. 2-3 ഈന്തപ്പഴം തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളത്തിൽ ഈന്തപ്പഴം ചതച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈന്തപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.